മാർക്കറ്റിൽ അതോറിറ്റി ആവണോ? ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്യുന്നത് നിങ്ങളായിരിക്കണം. കാരണം എന്താണെന്നറിയോ, ഒരുത്തനും നിങ്ങളുടെ വില ചീപ്പാണ് എങ്കിൽ നിങ്ങൾ ബെസ്റ്റാണ് എന്ന് കരുതില്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. അങ്ങനൊരു സാധനം ഇല്ല. ചീപ്പിന് ഒരിക്കലും ബെസ്റ്റ് ആവാൻ പറ്റില്ല, അതുപോലെ തന്നെ ബെസ്റ്റിന് ഒരിക്കലും ചീപ്പ് ആവാനും പറ്റില്ല. ഇഫ് യു വാണ്ട് ദ ബെസ്റ്റ് യു ഹാവ് ടു പേ മോർ. ഇഫ് യു ആർ ദ ബെസ്റ്റ് യു കനോട്ട് ബി ദ ചീപ്പസ്റ്റ്. നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിലും സർവീസിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വില കൂട്ടി തന്നെ വിൽക്കണമെന്ന്. ഇവിടെ പ്രീമിയത്തിൽ വിൽക്കുമ്പോഴുള്ള ഗുണം എന്താ? നമുക്ക് കസ്റ്റമേഴ്സിനെ എക്സൈറ്റഡ് ആക്കാം, കൂടുതൽ വാല്യൂ കൊടുക്കാം. അപ്പം എന്തായി? ഇവർ റീറ്റെയിൻ ചെയ്യും, ഇവർ വീണ്ടും 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 നമ്മുടെ അടുത്ത് വരും. ലോവസ്റ്റ് ആണെങ്കിലോ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതായി പോവും, അവർ ഡിസാറ്റിസ്ഫൈഡ് ആവും, തിരിച്ചു വരത്തില്ല. യു ക്യാൻ അഫോർഡ് ടു ഡെലിവർ മോർ വാല്യൂ. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഒരു ചെറിയ റിസഷൻ ഉണ്ടായാൽ മതി, നീ തീർന്ന്. ഒരു സാമ്പത്തിക പ്രതിസന്ധി മതി, തീർന്നു. പ്രീമിയത്തിൽ കളിക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ റിസഷൻ പ്രൂഫ് ബിസിനസ്. കാരണം സമൂഹത്തിൽ ഒരു റിസഷൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് താഴെ തട്ടിലുള്ളവരെയാണ്. ഇവനെ ബാധിച്ചാൽ അത് നമ്മളെ നേരിട്ട് ബാധിക്കും. അതേസമയം ഇവിടെ അങ്ങനെ ഇങ്ങനൊന്നും ഒരു റിസഷനും ഇവരെ പെട്ടെന്ന് ബാധിക്കില്ല. കാരണം എന്താ? ഇവർക്ക് പൊന്മുട്ടയിടുന്ന താറാവുണ്ട്, അതിൽ നിന്ന് അവർക്ക് ഇൻകം കിട്ടുന്നുണ്ട്. ഇവനെ കണ്ടുകൊണ്ട് ബിസിനസ് ചെയ്യല്ലേ. പ്രീമിയത്തിൽ കളിക്കുമ്പോൾ മാത്രമേ നല്ല എംപ്ലോയീസിനെ വെക്കാൻ പറ്റൂ, ലോയൽ എംപ്ലോയീസിനെ കിട്ടൂ, എ ടൈപ്പ് എംപ്ലോയീസിനെ കിട്ടൂ. കാരണം അവരോട് കൊടുക്കുന്ന വാക്ക് പാലിക്കണമെങ്കിൽ നമുക്കെന്തെങ്കിലും കിട്ടണം. നമുക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല കൊടുക്കാത്തത്, ഇല്ലാത്തോണ്ടാ. ദാറ്റ്സ് പ്രീമിയം.